നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഓപ്പറേഷൻ റിസർച്ച് അഥവാ ഒ ആർ ആണ്. ഒ ആർ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ഇൻ മാനേജ്മെൻറ്റ് ഒരു മാനേജ്മെൻറ്റിനകത്ത് ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഡിസിഷൻ മേക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ആസ് ഇറ്റ് നെയിംസ് സേസ് ഇതിനകത്ത് രണ്ട് വേർഡ്സ് ഉണ്ട്. ഓപ്പറേഷൻ ഒരു വേർഡാണ്, അതുപോലെ റിസർച്ച് വേറൊരു വേർഡാണ്. ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ടാസ്ക് വെൻ വി ആർ അപ്ലൈയിങ് ടു എ പ്രോബ്ലം. ഒരു സ്പെസിഫിക് ടാസ്ക് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. റിസർച്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ആക്ച്വലി ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആകുന്നത് എന്ന് നമ്മൾ ഒരു ഓർഗനൈസ്ഡ് പ്രോസസ്സ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ പറയാം, അതൊരു ഓർഗനൈസ്ഡ് പ്രോസസ്സാണ്. ഓർഗനൈസ്ഡ് പ്രോസസ് ഓഫ് സീക്കിംഗ് ഔട്ട് ഫാക്ട്സ്, അല്ലെങ്കിൽ സീക്കിംഗ് ഔട്ട് ഫാക്ട്സ്. എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, ഈ ഫാക്ട്സ് എന്താണ് നമ്മളൊരു ഓർഗനൈസ്ഡ് പ്രോസസ്സിലൂടെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഓപ്പറേഷൻ എന്ന് പറയും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓർഗനൈസേഷനകത്ത് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ ഒരു ഓർഗനൈസേഷനകത്ത് നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓവർ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിനാണെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് അപ്പോൾ അതിന് അതിന് എന്തൊക്കെ കണ്ടൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ഇതിനകത്ത് വരുന്നതെന്ന് നോക്കാം. ഒ ആർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഓർഗനൈസേഷൻ്റെ കേസിൽ നമുക്കത് ഡിഫൈൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആൻഡ് മെത്തേഡ് ഓറിയൻറ്റഡ് സ്റ്റഡി ഓഫ് ബേസിക് സ്ട്രക്ചർ, ഫങ്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ബേസിക് സ്ട്രക്ചർ വരും ഇതിനകത്ത്. ഓർഗനൈസേഷൻ്റെ ബേസിക് സ്ട്രക്ചർ പ്ലസ് ഫങ്ഷൻസ് പ്ലസ് റിലേഷൻഷിപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഇത്രയും ഇതിൻ്റെ ഒരു ഈ മൂന്ന് കമ്പോണൻസിൻ്റെയും സിസ്റ്റമാറ്റിക് ആൻഡ് മെത്തേഡ് ഓറിയൻറ്റഡ് സ്റ്റഡിയാണ്. സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓറിയൻറ്റഡ് സ്റ്റഡി. മൊത്തത്തിൽ ആ ഓർഗനൈസേഷൻ്റെ ബിഹേവിയർ നമ്മൾ എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ആ കേസിൽ അങ്ങനെ നമ്മളെന്താണ് ബേസിക് സ്ട്രക്ചറും ഓർഗനൈസേഷൻ്റെ ബേസിക് സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഓർഗനൈസേഷൻ ഹൗ ഇറ്റ് ബിഹേവ്സ്, അതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു റേഞ്ച് ഓഫ് കണ്ടീഷനിൽ സിസ്റ്റം ഒരു തരത്തിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ആ കണ്ടീഷൻ മാറുന്നതനുസരിച്ച് സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ബിഹേവിയർ മാറും. അപ്പോൾ ആ റിലേഷൻഷിപ്പ് അത് തമ്മിലൊരു ആ കണ്ടീഷനും സിസ്റ്റം ബിഹേവിയറും തമ്മിലൊരു റിലേഷനുണ്ട്. ആ റിലേഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ റിലേഷൻസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ആ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഒ ആർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒ ആർ അതിനകത്ത് ചെയ്യുന്നത് പറയുന്നത്, അപ്പോൾ ഈ സ്റ്റഡി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് മെത്തേഡ് ഓറിയൻറ്റഡ് സ്റ്റഡി ഓഫ് ഓർഗനൈസേഷണൽ ബേസിക് സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ ഒ ആർ എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലും അത് ആക്ച്വലി അത് ചെയ്യുന്നത് സിസ്റ്റം വൈഡ് റേഞ്ച് ഓഫ് കണ്ടീഷനിൽ ആ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഹൗ ഇറ്റ് ബിഹേവ്സ് ഇൻ പർട്ടിക്കുലർ, അല്ലെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് കണ്ടീഷനിൽ
ഹൗ ഇറ്റ് ബിഹേവ്സ്, സിസ്റ്റം എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അത് പിന്നെ എന്താണ് നമ്മൾ ആ ബിഹേവ് ചെയ്യുന്ന ആ കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യുക. ഏത് കണ്ടീഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ആ ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ. ഇത്രയും 3 കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഗനൈസേഷനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 3 സ്റ്റേജാണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൗ എ സിസ്റ്റം ബിഹേവ്സ് അണ്ടർ എ വൈഡ് റേഞ്ച് ഓഫ് കണ്ടീഷൻ. ഇപ്പോൾ ഓർഗനൈസേഷനകത്ത് വർക്കിംഗ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്ന കേസിൽ അത് ഒരു വെറൈറ്റി ഓഫ് കണ്ടീഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള പല കൺസ്ട്രെയിൻസ് വരും. അപ്പോൾ അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്, കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ ആ കൺസ്ട്രെയിൻസിൽ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അത് ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. രണ്ടാമതെന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് വിച്ച് എക്സ്പ്ലെയിൻ വൈ ദ സിസ്റ്റം ബിഹേവ്സ് ഇൻ പർട്ടിക്കുലർ മാനർ. എന്തുകൊണ്ട് തമ്മിലുള്ള ആ കൺസ്ട്രെയിൻസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. കൺസ്ട്രെയിൻസും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിൻ്റെ കേസാണ് പറയുന്നതെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഒരു മെഷീൻ പ്രൊഡക്ഷൻ ഷോപ്പിലാണെങ്കിൽ അപ്പോൾ അതിനകത്ത് മെഷീൻസിൻ്റെ യൂസേജ് ടൈം അല്ലെങ്കിൽ വർക്കിംഗ് ലേബർ അവർ ഇതൊക്കെ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ ഇത് വേരി ചെയ്യുന്നതനുസരിച്ച് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കുക, എന്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ തരത്തിൽ അത് സിസ്റ്റം ബിഹേവ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ബിഹേവിയർ ചേഞ്ച് ചെയ്യാണ്. ഏത് തരത്തിലാണ് ആ ബിഹേവിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ മാക്സിമം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റാണ്. അല്ലെങ്കിൽ ഡിസിഷൻ്റെ കേസിലും ഓർഗനൈസേഷനിൽ ഡിസിഷൻ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്താണ് മാക്സിമം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കേസിൽ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ നമ്മൾ ഓവർ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഓവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓവർ ആ സിസ്റ്റം ബിഹേവിയറിന് പഠിക്കുകയാണ്. എന്നിട്ട് അതിലൊരു റിലേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ബിഹേവിയറിൽ ചേഞ്ച് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഡിസിഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന രീതിയിൽ ഒരു ബിഹേവിയർ ഏത് തരത്തിൽ നമുക്ക് ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദ മാനർ ഇൻ വിച്ച് ദ ബിഹേവിയർ ചേഞ്ച് ക്യാൻ ടേക്ക് പ്ലേസ്. അത് എങ്ങനെയാണ് ഏത് മാനറിലൂടെ ആ ബിഹേവിയർ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇത് ഓവർ എന്ന് പറയുമ്പോൾ ഇത്രയും വരുന്നതാണ്. ഇനി നമുക്ക് സയൻറ്റിഫിക്കായിട്ട് കുറേ വേർഡ്സൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അതിന് നമ്മൾ ഡിഫൈൻ ചെയ്ത് അങ്ങനെ ഒരു വേഗമായിട്ട് പല ഡിസിഷൻസ് ഫോർമുലേഷൻസ് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഓവറിന് പല ഡെഫിനിഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് അതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് ഡെഫിനിഷൻ പറയാം. ഓരെന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തഡോളജി ഓഫ് അനലൈസിങ് എ പ്രോബ്ലം ഓർ സിറ്റുവേഷൻ ആൻഡ് ഗെറ്റിംഗ് ആൻ ഒപ്റ്റിമം സൊല്യൂഷൻ ഫോർ ആൻ ഇംപ്രൂവ്ഡ് ബേസിസ് ഓഫ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ്. അപ്പോൾ ഈ ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓവർ അപ്ലൈ ചെയ്യുന്നത്. ഓരെന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മെത്തഡോളജിയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മെത്തേഡിലൂടെ ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ സിറ്റുവേഷനെ അനലൈസ് ചെയ്തിട്ട് ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ മീൻസ് എന്താണ് ഒപ്റ്റിമം എന്ന് പറയുന്നത്? ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടത് കേസിൽ ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ എടുക്കേണ്ട കമ്പോണൻറ്റ് ഇപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിൽ ആ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന പ്രോഫിറ്റ് ഇസഡ് ആണെങ്കിൽ മാക്സിമൈസ് ഇസഡ് അല്ലെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് റിസോഴ്സസ് ഉപയോഗിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ വേറെ എടുക്കുകയാണെങ്കിൽ ഒരു ചെയറിൻ്റെ മാനുഫാക്ചറിങ് എടുക്കുകയാണ്. ചെയർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ സമയത്ത് അപ്പോൾ എത്ര ചെയർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, മാക്സിമം പ്രോഫിറ്റ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന വർക്കിംഗ് ടൈം പിന്നെന്താണ് മെഷീൻസ്, ഇതൊക്കെ നമ്മുടെ റിസോഴ്സാണ്. റിസോഴ്സിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ചെയറിൻ്റെ പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റിസോഴ്സിനെ നമ്മൾ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്ത് കൊണ്ട് ഇപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ചെയർസ് ഇപ്പോൾ 1000 നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ
ഈ 1000 നമ്പേഴ്സാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് എടുക്കുന്നത് ഇപ്പോൾ 1000 ചെയർ നിർമ്മിക്കാം, അല്ലെങ്കിൽ ഒരു മാസം 1000 ചെയർസ് ടു ബി പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ, അപ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ കണ്ടെത്തിയത് ഏതാണ്? ഈ ടെക്നിക്കിലൂടെയാണ്, ഈ OR എന്ന് പറഞ്ഞ ടെക്നിക്കിലൂടെയാണ്. അപ്പോൾ ഈ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പല സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ പല സൊല്യൂഷനകത്ത് ഒപ്റ്റിമം എന്ന് അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് റിസോഴ്സിനെ നമ്മൾ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എന്താണ് വാല്യൂസ്, പ്രോഫിറ്റ് മാക്സിമം കിട്ടുന്നത്. ഇത് പ്രോഫിറ്റ് അല്ല, ഇപ്പോൾ ടൈം മിനിമൈസ് ചെയ്യാനാണെങ്കിൽ അത് മിനിമൈസേഷനാണ്. അപ്പോൾ അവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മിനിമൈസേഷനാണ് ഒബ്ജക്റ്റീവ്. ആ കേസിൽ മിനിമം വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ആ മിനിമം വാല്യൂ കിട്ടുമ്പോഴും ഇതുപോലെ നമ്മൾ റിസോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ OR എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തഡോളജിയാണ്, അനലൈസിങ് എ പ്രോബ്ലം ഓർ സിറ്റുവേഷൻ ആൻഡ് ഗെറ്റിംഗ് ആൻ ഒപ്റ്റിമം സൊല്യൂഷൻ ഫോർ ആൻ ഇംപ്രൂവ്ഡ് ബേസിസ് ഓഫ് ഡിസിഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണ് 1000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഡിസിഷൻ. ആ സൊല്യൂഷനിലേക്ക് നമ്മൾ വന്നത്, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന്, ആ സിറ്റുവേഷൻ നമ്മൾ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ആ പ്രോബ്ലത്തിനകത്ത് നിന്ന് നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒരു മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ കാൽക്കുലേഷനകത്ത് കൂടി നമ്മൾ ആ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഇതാണ് OR എന്ന് പറയുന്നത്. ഇതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേസസ് ഇൻ OR. അത് 6 ഫേസാണുള്ളത്, അല്ലെങ്കിൽ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫേസസ്, പ്രോസസ്സസ് എന്നൊക്കെ പറയാം. ഇതിനകത്ത് ലോജിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഫേസസിൻ്റെ ഒരു ലോജിക്കൽ അറേഞ്ച്മെൻറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ORൻ്റെ കേസിൽ? ഫസ്റ്റ് എന്ന് പറയുന്നത് ഒബ്സർവ് ദ പ്രോബ്ലം എൻവയോൺമെൻറ്റ്. പ്രോബ്ലം എൻവയോൺമെൻറ്റ് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, അനലൈസ് ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം. തേർഡ് സ്റ്റേജ് ഡെവലപ്പ് എ മോഡൽ. ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മുടെ കേസിൽ നേരത്തെ പറഞ്ഞ കണക്ക് മാക്സിമം പ്രോഫിറ്റ് ആണെങ്കിൽ ആ മാക്സിമൈസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മോഡൽ ഉണ്ടാക്കുക, മാത്തമാറ്റിക്കൽ മോഡൽ. എന്നിട്ട് സെലക്ട് അപ്രോപ്രിയേറ്റ് ഡേറ്റ ഇൻപുട്ട്. നമ്മൾ കുറേ വാല്യൂസ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻപുട്ട് ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ടൊരു സൊല്യൂഷൻ നമ്മൾ അതിനകത്ത് നിന്നുണ്ടാകും. ഡേറ്റ ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് മാക്സിമം എത്രയാണ് വരുന്നത്. അപ്പോൾ Z ആണ് മാക്സിമം വാല്യൂ വന്നെങ്കിൽ ആ Z എന്ന് പറയുന്ന വാല്യൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ആ സൊല്യൂഷൻ കിട്ടിയാണ്, നമ്മുടെ ഇൻപുട്ട് കൊടുത്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് Z എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റാണോ എന്നുള്ള കാര്യം നമുക്കത് ഓർഗനൈസേഷനകത്ത് ഇത്രയും ഡെവലപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മളത് മനസ്സിലാക്കും. ഇനി നമ്മൾ ആ ഇൻപുട്ട് നമുക്ക് വേണമെങ്കിൽ വേരി ചെയ്യാം, പല ഇൻപുട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ആ ഇൻപുട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ കിട്ടുന്ന വാല്യൂ, ആ സൊല്യൂഷൻ എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ. നമുക്ക് ആ സൊല്യൂഷൻ Z മാക്സിമം 1000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ 1000 ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. മാക്സിമം എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം പ്രൊഡക്ഷൻ 1000 നമ്പേഴ്സാണ്, 1000 നമ്പേഴ്സ്. അപ്പോൾ ആ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വേരി ചെയ്യുന്നത്. ഇൻപുട്ട് കുറയുമ്പോൾ ഈ നമ്പർ കുറയും. അപ്പോൾ മാക്സിമം എത്രയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അത് ആ കിട്ടുന്ന അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ആ സൊല്യൂഷൻ. ഇതാണ് നമ്മൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 1000 നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഇത് മന്ത്ലി പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു മാസത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 1000 നമ്പേഴ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ആയിരിക്കും. അപ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻപുട്ട് റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്താണ് മിനിമം ഇൻപുട്ട് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.